ഒടുവിൽ പാലക്കാടിന്റെ കണ്ണ് തള്ളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം MLA വന്നു. MLA ഓഫീസിൽ വന്നു. പല പേപ്പറുകളിലും ഒപ്പിട്ടു. ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചു. അങ്ങനെ മൊത്തത്തിൽ ബാക്ക് ടു നോർമൽ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പാലക്കാടിൽ ഇതാ ഇരട്ടി മധുരം എന്ന നിലയ്ക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ്. പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ടെൻഡർ എന്ന സന്തോഷ വാർത്തയാണ് വരുന്നത്. കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴിയുടെ ആദ്യ റോഡായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ടെൻഡർ ആയിട്ടുണ്ട്. ദിലീപ് ബിൽകോൺ ലിമിറ്റഡും PSP പ്രൊജക്ട് ലിമിറ്റഡും ചേർന്നുള്ള സംരംഭത്തിനാണ് നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് അനുവദിച്ച 12 വ്യാവസായിക ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നടപടി അടക്കം പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടായിരുന്നു. GST ഉൾപ്പെടെയുള്ള 1316.13 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത്. നിർമ്മാണം ഉടൻ ആരംഭിക്കും. 36ഓളം കോടി രൂപ ചിലവ് കണക്കാക്കിയ പദ്ധതിയാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 2 വർഷം മുൻപ് തന്നെ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ 1489 കോടി രൂപ ചിലവിട്ടതാണ്. 1450 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. നിലവിൽ കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമി ഘട്ടം ഘട്ടമായി കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൈമാറും. ആദ്യമായി കഴിഞ്ഞ ഡിസംബർ 110 ഏക്കർ ഭൂമിയും മാർച്ചിൽ 220 ഏക്കർ ഭൂമിയും കൈമാറിയപ്പോൾ 2 ഘട്ടമായി കേന്ദ്രം 313.5 കോടി രൂപ നൽകിയിരുന്നു. ചെന്നൈ ബാംഗ്ലൂരു വ്യവസായിക ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടി. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി നിർമ്മിക്കാൻ 2019 ഓഗസ്റ്റിലാണ് തീരുമാനിച്ചത്. ഇന്നലെയാണ് പാലക്കാടിനെ ഇളക്കിമറിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. പൊതുപരിപാടികളിലും പാർട്ടി പരിപാടികളിലും സജീവമാകാതെ ആദ്യ ദിനം കടന്നുപോയെങ്കിലും തുടർ ദിവസങ്ങളിൽ രാഹുലിന്റെ നീക്കം എന്താണെന്ന് പാർട്ടി നേതൃത്വവും CPIM-ഉം BJP-യും ഉറ്റുനോക്കുകയാണ്. പാർട്ടി നടപടികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് തുടരുകയാണ്. മണ്ണാർക്കാട് തെങ്കരയിൽ മരിച്ച KPCC സെക്രട്ടറി PJ പൗലോസിന്റെ ശവസംസ്കാര ചടങ്ങിലും രാഹുൽ പങ്കെടുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അവിടെ എത്തുന്നുണ്ട്. രാഹുൽ MLA ഓഫീസിലെത്തും. മണ്ഡലത്തിൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തും. ചില വ്യക്തിഗത സന്ദർശനങ്ങളാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത്. MLA-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന 20 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും രാഹുൽ ദർശനം നടത്തും. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സ്വകാര്യ ചടങ്ങുകളിലും രാഹുൽ പങ്കെടുക്കുമെന്നാണ് സൂചന. അങ്ങനെ പരാജയപ്പെടുത്താനും വീട്ടിൽ ഇരുത്താനും ഒക്കെ ശ്രമിച്ചവർക്ക് കൃത്യമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം നൽകുന്നത്. രാഹുൽ കൃത്യമായി വ്യക്തമായി മുന്നോട്ട് വരികയാണ്. അതായത് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടം. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പരാതികളോ എന്താ പറയുക അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളോ ആരും വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിൽ പോലും അത് കൃത്യമായ ശബ്ദമില്ലാത്ത ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇര ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇര വരികയാണ്. ഇര അനുഭവിച്ച വേദനകൾ തുറന്നു പറയുകയാണെങ്കിൽ ഇരയ്ക്കൊപ്പം തന്നെയാകും കേരളത്തിലെ മാധ്യമങ്ങൾ, ജനങ്ങൾ ഒന്നടങ്കം നിൽക്കുക. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ നിയമം അനുശാസിക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. നിയമത്തെ ധിക്കരിച്ചുകൊണ്ടോ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് പരാതി ഇല്ലാത്ത ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിക്കുന്നത്? അതാണ് ചോദ്യം. മാധ്യമങ്ങൾ ജഡ്ജിമാരായാൽ പല മാധ്യമങ്ങളും ജഡ്ജിമാരാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ ജഡ്ജിമാരായാൽ ആ ജഡ്ജിമാരെ വിധിക്ക് മുന്നിൽ ഒരാളുടെ ജീവിതം തീർക്കണമോ എന്നുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തേണ്ടത്. ഇത് നാളെ നമുക്ക് ആർക്കും വരാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നമ്മളൊക്കെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളും പലതരത്തിലുള്ള ഇത്തരം എന്താ പറയുക പ്രശ്നങ്ങൾക്കൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആർജവത്തോടെ നിന്ന് പോരാടിയിട്ടുമുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതാണ് എന്താ പറയുക അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കാതെ ആദ്യമൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടം തന്നിൽ നിന്ന് വിട്ടുപോകുമെന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ സ്വാഭാവികമായും സ്ത്രീകളാണ്
അവർക്ക് അവർ പറയുന്നിടത്ത് നിൽക്കണം, അവർ പറയുന്നത് ചെയ്യണം, അവരിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ട് എന്താ പറയുക, അവർക്കൊപ്പമേ ആളുകൾ നിയമങ്ങളൊക്കെ നിൽക്കൂ എന്നുള്ളതാണ്. പിന്നെ ചാനലുകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുൻനിര മാധ്യമങ്ങൾക്ക് ഇതൊരു റേറ്റിംഗ് പരിപാടി കൂടിയാണ്. ആരാണ് ആദ്യം അവിഹിത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് ആദ്യം ഇരയുടെ വോയിസുകൾ ആദ്യം ഇടുന്നത്, ആരാണോ ആദ്യം ഇരയുടെ മുഖം കാണിക്കാത്ത ഇന്റർവ്യൂ നടത്തുന്നത്, ആരാണോ ആദ്യം ഇരയെ വിളിക്കുന്നത്, ആരാണോ ആദ്യം ഇതിന്റെ പിന്നിൽ പോയി എത്ര അവിഹിതങ്ങളുണ്ട്, എത്ര ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്, എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള എണ്ണം എടുക്കുന്നത് ആരാണോ അവരുടെ ചാനലിന് റേറ്റിംഗ് എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. കാര്യങ്ങൾ ഈ സത്യസന്ധമായ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കും ഇങ്ങനെ കള്ളപ്പരാതികൾ വരുമ്പോഴെന്നുള്ളതാണ്. ഇതൊരു കള്ളപ്പരാതി എന്നല്ല പറയുന്നത്. ഇതിലെ ഇര എന്തുകൊണ്ട് ആ സമയത്ത് ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നു, പിന്നീട് വിവാഹം കഴിച്ചില്ല എന്നും പറയുന്നു. ആ സമയത്ത് റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് എന്തോ പിച്ചിമ്പയും പറയുന്നത് വരെ എന്തിനാണ് ഇവർ കാത്തിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതിനു മുൻപ് എന്തുകൊണ്ട് നിങ്ങളത് തുറന്നു പറഞ്ഞില്ല? നിങ്ങൾക്ക് റിനി ആളെ പേര് പറഞ്ഞിട്ടില്ല, ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു സൂചന പോലും നൽകാതെയാണ് റിനി ആ പിന്നെ മാധ്യമത്തിൽ അഭിമുഖം കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് റിനി പറഞ്ഞതിന് ശേഷം ധൈര്യം വന്നു അങ്ങനെയാണ് പുറത്തു പറയുന്നതെന്ന് പറയാൻ റിനി എന്താണ് പറഞ്ഞത്? റിനിക്ക് തന്നെ അറിയില്ല റിനി എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ റിനി കുറച്ച് വൈറലാവാൻ ശ്രമിച്ചു. റിനി പറയുന്നു എന്നെ പലരും തേജോവധം ചെയ്യാൻ ശ്രമിച്ചു, ഒരു പത്രം എന്നെ മോശമാക്കാൻ ശ്രമിച്ചു, ഞാൻ അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് റിനി പറയുന്നത്. അതാണ് ശരി, റിനി ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആള്, ഹൂ കെയേഴ്സ് എന്ന് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പറഞ്ഞ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ്. നമുക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കാം. പിന്നെ നമ്മൾ കേൾക്കാത്ത എത്രയോ പേര് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ രാഷ്ട്രീയത്തിലെ ഒരു യുവ നേതാവ്, ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു യുവ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതിനു മുൻപ് ഒരു പരാതി കൊടുക്കാമല്ലോ. ഇരയുടെ പേര് ആരെങ്കിലും പുറത്തു വിടുകയോ ഇരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വിടുകയോ ചെയ്താൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ പരാതി ആ സമയത്ത് കൊടുക്കാതെ പൊടുന്നനെ ആ പരാതി ഉയർന്നു വരാനുള്ള കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷ്മി പത്മ ഇരയെ കണ്ടു, ലക്ഷ്മി പത്മയ്ക്ക് നേരത്തെ ഇരയെ അറിയാമായിരുന്നുവെങ്കിൽ ഇത്രയും ചങ്കൂറ്റവും നിലപാടുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന ലക്ഷ്മി പത്മ എന്താണ് ആ ഇരയെക്കുറിച്ച് അല്ല ആ ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് പോലീസിൽ പരാതി നൽകാത്തത്? രാഹുൽ മാങ്കൂട്ട ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? രാഹുൽ മാങ്കൂട്ട പരാതി കൊടുക്കുന്നവരുടെയൊക്കെ വീട്ടുകാരി അടിക്കാനും വീട് കത്തിക്കാനും ഇരയെ ഭീഷണിപ്പെടുത്തി കൊല്ലാനും ഇതൊന്നും സിനിമയല്ല, ഇത് റിയാലിറ്റിയാണ്. പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരൊക്കെ ഇപ്പോഴും സിനിമാ കഥ പോലെയാണ് ഇതിനെയൊക്കെ കാണുന്നത്, റിയാലിറ്റി പോലെയല്ല ഇതിനെയൊക്കെ കാണുന്നത്. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. നിങ്ങൾക്ക് പിണറായി വിജയന് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി ഇതിനൊന്നും വിശ്വാസമില്ലേ? ഇവിടുത്തെ കോടതികളെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പോൾ ഇവിടുത്തെ 4 മാധ്യമങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്തിച്ചർച്ച നടത്തുന്നതാണോ നിങ്ങളെ വിശ്വാസം? അപ്പോൾ ഒരാളെ തകർക്കുക, അത് മാത്രമായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ആ ലക്ഷ്യം ഒരുപക്ഷെ എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് നിങ്ങൾ അംഗീകരിച്ച് മതിയാകും. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വന്നത് വെറുതെ അല്ല, വമ്പൻ പദ്ധതിയുമായി തന്നെയാണ്. CPM കണ്ണ് തള്ളും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തേഞ്ഞൊട്ടിയത് BJP ആണ്. രാഹുൽ രാജിവെച്ചാൽ ശക്തനായ ഒരാളെ നിർത്തി ജയിപ്പിക്കാം എന്നുള്ള BJPയുടെ സ്വപ്നങ്ങൾക്കാണ് ഇടിവ് വീണത്.